സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി വന്നു. മുത്തനബി തങ്ങൾ അടുത്തേക്ക് എത്തിയിട്ട് സ്വഹാബികളോട് ചോദിച്ചു, ഇയാൾക്ക് എന്തെങ്കിലും കടമുണ്ടോ? അവർ പറഞ്ഞു, ഉണ്ട് നബിയെ, 2 ദീനാർ 2 സ്വർണ്ണ നാണയം ആരോടോ ഒരാളോട് കടം വാങ്ങിയിട്ടുണ്ട്, ആ കടം തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തെങ്കിലും കടം വിടാനുള്ള സമ്പത്ത് ബാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല നബിയെ, 5 പൈസ ഇല്ലാത്ത ആളാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു. സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മുത്തനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, ഹുമാ അലയ്യ ഫസല്ലി അലൈഹി, ആ 2 ദീനാർ ഞാൻ വിട്ടാം നബിയെ, അങ്ങ് ആ മനുഷ്യന് വേണ്ടി നിസ്കരിക്കാതിരിക്കരുതേ, അങ്ങ് നിസ്കരിക്കൂ നബിയെ, ആ 2 ദീനാർ ഞാൻ വീട്ടിക്കൊള്ളാം. ആ ഏറ്റെടുക്കൽ നടന്നപ്പോ മുത്തനബി തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഹദീസ് ഇമാം ബൈഹഖിയുടെ സുനനിൽ കുബ്രയിലുണ്ട്, ഇമാം ഹാക്കിം എന്നിവരുടെ മുസ്തദറക്കിലുണ്ട്, അബൂദാവൂദ്, നസായി പോലെയുള്ള സുനന്റെ ഇമാമിങ്ങളുടെ സുനൻ കിതാബുകളിലുണ്ട്. വളരെ പ്രസിദ്ധമായ ഹദീസാണിത്. മറ്റൊരാൾ വീട്ടിയാൽ ആ മനുഷ്യന്റെ കടം വീടുന്നു. മുത്തനബി തങ്ങൾ കണ്ടപ്പോ ചോദിച്ചു, അബൂ ഖതാദ, ആ 2 ദീനാറിന്റെ വിഷയം എന്തായി, നിങ്ങൾ വീട്ടിയോ എന്ന് ചോദിച്ചു. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയേ, ഇല്ല, വീട്ടിയിട്ടില്ല, ഞാനത് വിട്ടാൻ പോവുകയാണ്. 2ാമത്തെ ദിവസം ചോദിച്ചു അബൂ ഖതാദ തങ്ങളോട്. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല നബിയേ, മരിച്ചിട്ടില്ലേ ഉള്ളൂ, 2 ദിവസമല്ലേ ആയുള്ളൂ. 3ാമതും ഹബീബായ നബി തങ്ങൾ ചോദിച്ചപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഹബീബായ നബിയെ കാണുമ്പോൾ ഇത് ചോദിക്കുമെന്ന് ഉറപ്പാണ്. മുത്തനബി തങ്ങൾ വീണ്ടും കണ്ടപ്പോൾ ചോദിച്ചു, അബൂ ഖതാദ, ആ കടം വീടിയോ? ഖുൽതു നഅം, ഞാൻ പറഞ്ഞു നബിയെ, ഞാൻ കടം വീട്ടിയിട്ടുണ്ട്. അൽ ആന ബറദത് ജിൽദുഹു, ഇപ്പോഴാണ് ആ മയ്യത്തിന്റെ തൊലിക്ക് തണുപ്പ് കിട്ടിയത്. അബൂ ഖതാദ, നിങ്ങൾ കടം വീടുന്നവരെ അദ്ദേഹം ഹിസാബിന്റെ ചൂടിലായിരുന്നു, ഇപ്പോഴാണെന്ന് തണുത്തത്. കടം വീടിയപ്പോ കടം ബാക്കി വെച്ച് മരിക്കുന്ന മയ്യത്തുകള് മക്കൾ ഓർക്കണം, വാപ്പാക്ക് കടമുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും എന്ന് പറയുമ്പോ വാപ്പയുടെ കടം വാപ്പയാവട്ടെ, ഞങ്ങൾ മക്കളെന്തറിഞ്ഞു, വാപ്പ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, ഇതൊന്നും പറയാൻ പാടില്ല. നിങ്ങളുടെ വാപ്പയാണെങ്കിൽ ആ വാപ്പയുടെ കടം വീട്ടൽ മക്കൾക്ക് നിർബന്ധമാണ്. വാപ്പയുടെ കടം വീടി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ മാത്രമേ അനന്തരം എടുക്കാൻ തന്നെ പാടുള്ളൂ. സമ്പത്ത് മുഴുവൻ വീട്ടിയാലും അനന്തരം വീടിൽ ആ വാപ്പയുടെ കടം വീടില്ലെങ്കിൽ 5 പൈസ പോലും അനന്തരം എടുക്കാതെ വാപ്പയുടെ കടം വീട്ടാൻ ബാധ്യസ്ഥരാണ്. അനന്തരം എടുക്കാൻ അവകാശമുള്ള മുഴുവൻ ആളുകളും. അവർ സമ്പത്തെടുക്കരുത്, കടമാണ് വീട്ടേണ്ടത്. ചിലര് പറയും, ഞങ്ങൾക്കറിയില്ല. മയ്യത്ത് നിസ്കരിക്കുമ്പോൾ വിളിച്ചു പറയും, മയ്യത്തിന് വേണ്ടി ആർക്കെങ്കിലും കടണ്ടോ? മൂത്ത ജ്യേഷ്ഠനെ പോയി കാണണം, മൂത്ത മോനെ പോയി കാണണം, ഇന്ന അനുജനെ പോയി കാണണം, ഇളാപ്പയെ കാണണം. നിസ്കാരം കഴിഞ്ഞെന്നാൽ അതൊന്നും നമുക്കറിയില്ല. അങ്ങനെയാണോ പറയേണ്ടത്? ഒരു മയ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകള് ആ മയ്യത്തിന്റെ കടം വീട്ടിയില്ലെങ്കിൽ ആ മയ്യത്ത് അദാബിലാണ്. മുത്തനബി തങ്ങൾ അബൂ ഖതാദ തങ്ങളോട് 2ാമത്തെ ദിവസം ചോദിച്ചു വീണ്ടും, അബൂ ഖതാദ, കടം വീട്ടിയോ? വീട്ടി നബിയെ. അൽ ആന ബറദത് ജിൽദുഹു, ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊലിക്കൊരു തണുപ്പ് കിട്ടിയത് കടം വീടിയപ്പോ. കാന ഫീ ഹറാറത്തിൽ ഹിസാബ്, അർത്ഥം അതാണ്, ഹിസാബിന്റെ വിചാരണയുടെ ചൂടിലായിരുന്നു. ഈ ഹദീസ് നൽകുന്ന ആശയം എന്താണ്? ഇതിന്റെ ആശയം? നമ്മൾ ചെയ്തത് മാത്രമേ കിട്ടൂ എങ്കിൽ ആ മനുഷ്യന് പകരം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അയാളുടെ കുടുംബക്കാരനല്ല, പെങ്ങളെ കെട്ടിയ അളിയനല്ല, എളാപ്പയുടെ മൂത്താപ്പയുടെ ഒരു ബന്ധവും കുടുംബ ബന്ധമായിട്ടില്ല, വിവാഹ ബന്ധവുമായിട്ടില്ല. മരിച്ച മയ്യത്ത് ആ മയ്യത്തുമായി ഒരു കുടുംബ ബന്ധവുമില്ലാത്ത ഈമാനിന്റെ ബന്ധമുണ്ടായതിന്റെ പേരിൽ, ഈമാനികമായ ബന്ധം ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ബന്ധമാണല്ലോ, അതിന്റെ പേരിൽ ചെയ്ത കടം വീട്ടിയത് ആ മനുഷ്യന് ഉപകാരപ്പെട്ടു എങ്കിൽ, അല്ലാഹുമായുള്ള കടബാധ്യതകളും മുഅ്മിനീങ്ങൾ അവർക്ക് പകരം ചെയ്താൽ അത് വീടും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു. കടം ബാക്കി വെച്ച് മരിച്ചുപോയവർക്ക് മുത്തനബി തങ്ങൾ നിസ്കരിക്കാറില്ല. ഏത് കാലം വരെ? അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു സമ്പത്ത് കൊടുക്കുന്നവരെ.
യുദ്ധങ്ങൾ ഉണ്ടാവുകയും യുദ്ധമുതലുകൾ ഉണ്ടാവുകയും ചെയ്ത് ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് സമ്പത്ത് വന്നപ്പോ നബി തങ്ങൾ അത് നിർത്തി. അള്ളാഹുവിന്റെ റസൂൽ ആര് മരിച്ചാലും പിന്നെ നിസ്കരിക്കും. അവരുടെ കടം ഹബീബ് വീട്ടുകയാണ് ഉണ്ടായിരുന്നത്. അത് റസൂലുള്ളാഹിന്റെ ഒരു കരുണയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ചോദിക്കും, ഹൽ അലൈഹി ദൈനുൻ, കടമുണ്ടോ? കടം വീടിയില്ലെങ്കിൽ നബി നിസ്കരിക്കൂല. അങ്ങനെ ഫലമ്മാ ഫതഹല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ ഹബീബിൻ അല്ലാഹു സമ്പത്തിന്റെ വഴികൾ അല്ലാഹു തുറന്നു കൊടുത്തപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, അന ഔലാ ബികുല്ലി മുഅ്മിൻ, എല്ലാ മുഅ്മിനിനോടും ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടവനാണ്. മൻ തറക മാലൻ ഫലിവറസതിഹി, ആരെങ്കിലും സമ്പത്ത് ബാക്കി വെച്ചാൽ അത് അവരുടെ അനന്തരാവകാശികൾ എടുത്തോട്ടെ. വമൻ തറക ദൈനൻ വളയാഅൻ ഫഇലയ്യ വഅലയ്യ, ആരെങ്കിലും കടം ബാക്കി വെച്ചാൽ, ആർക്കെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്, എന്റേതാണ്, ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് നബി തങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആദ്യകാലങ്ങൾ തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. കടമുണ്ടെങ്കിൽ അത് വീടാൻ നബി തങ്ങൾ കാത്തിരിക്കും, എന്നിട്ടേ നിസ്കരിക്കൂ മയ്യത്തിന്. പിന്നെ നബി തങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്ത തങ്ങൾ പറഞ്ഞു, ഏതൊരു മുഅ്മിനോടും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ആര് മരിച്ചാലും സമ്പത്തുണ്ടോ മക്കളെടുത്തോട്ടെ, സമ്പത്തില്ലേ കടമുണ്ടോ, കടം ഞാൻ ഏറ്റെടുത്തു എന്ന് ഉമ്മത്തിന് വേണ്ടി ഏറ്റെടുത്ത റഹ്മത്തുൽ ലിൽ ആലമീനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും കൊണ്ടുവന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സന്ദേശം ഉമ്മത്തിന് അറിയിക്കുന്ന ഹബീബിൻ അള്ളാഹുവിന്റെ മെസ്സഞ്ചറാണ്, അള്ളാഹുവിന്റെ റസൂലാണിത്. അള്ളാഹുവിന്റെ ആകാശലോകങ്ങൾക്കപ്പുറത്തെ അള്ളാഹുവിന്റെ മലഉൽ അലായുടെ വിവരങ്ങൾ ഹദീസിലൂടെയും വിശുദ്ധ വചനങ്ങളിലൂടെയും നമുക്ക് എത്തിച്ചു തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. ആ ഹബീബായ നബി എന്താണ് ബാധ്യതകളെ കുറിച്ച് പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കടം വലിയൊരു ബാധ്യത തന്നെയാണ്. കടം വീട്ടേണ്ടത് അനന്തരാവകാശികൾ അതിന് തയ്യാറല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ സജ്ജനങ്ങൾ ആ മയ്യത്തിന് പകരം അത് വീട്ടിയിരിക്കണം. തങ്ങൾ പറയുമായിരുന്നു, ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു നബിയോട്, നബിയേ, എന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഞാൻ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുകയും മരണപ്പെടുകയും ചെയ്ത് ഞാൻ മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉണ്ട്. രണ്ടാമത് ചോദിച്ചു, നബിയേ, ഞാൻ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മരിച്ചാൽ എനിക്ക് സ്വർഗമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത് തവണയും ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗമുണ്ട്, പക്ഷേ ഇല്ലാ ഇദാ കാന അലൈക ദൈനുൻ ലൈസ ഇൻദക വഫാഉഹു, കടം വീടാൻ വകുപ്പില്ലാതെ ബാക്കി വെച്ച കടമായിട്ട് നിന്നാൽ അത് വീടാനുള്ള സമ്പത്ത് നിങ്ങൾ ബാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗപ്രവേശമില്ല. ഷഹീദായ മനുഷ്യന് പോലും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ കടം വീടണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം മനുഷ്യരുമായുള്ള ബന്ധം, ഹക്കടപാടുകൾ അല്ലാഹു തആല വിട്ടുതരില്ല മനുഷ്യര് പുറത്തു കൊടുക്കുന്നവരെ. എന്നാൽ അല്ലാഹും മനുഷ്യരും തമ്മിലുള്ള നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ പോലെയുള്ള വിഷയങ്ങള് അല്ലാഹു തആല വേണമെങ്കിൽ മാപ്പ് ചെയ്തു കൊടുക്കാം. അല്ലാഹു ഗഫൂറാണ്, റഹീമാൻ. കടം മനുഷ്യരുമായുള്ളത് അത് അവര് വീട്ടിയേ പറ്റൂ.